ഇതല്ല. അപ്പം വെൽക്കം ബാക്ക് മൈ അഗെയിൻ ഇറ്റ്സ് മീ അപർണ. ഇതൊരു ചെറിയൊരു ട്രിപ്പിന്റെയാണ്. ഇത് ഹോളിഡേയ്സ്. ഞാനും ബാക്കി എല്ലാ ഫിലിപ്പീൻസും ഒരു 30 മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ട്രിപ്പാണ്. സോ എല്ലാവരും കൂടെ ആയിട്ട് പാക്കിംഗ് ആണ്. രാവിലെ വെളുപ്പിനെ തുടങ്ങിയ പാക്കിംഗ് ആട്ടോ ഗൈസ്. എന്നിട്ട് ഇതുവരെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞില്ല. അവസാനം എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ക്ലിപ്സ് ആയിട്ട് ഞാൻ ഓരോന്ന് എടുത്ത് അത് നമ്മുടെ കപ്പിൾസ് ആട്ടോ 2 പേര്. അപ്പൊ അത് ഞാൻ അർണ ഇതാണ് ഒരു കാറിനകത്ത്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ കാറിനകത്തായിട്ടാണ്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഇവിടുന്ന് ചെറിയ രീതിയിൽ പ്രെയർ പോലെയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാനാണ്. അപ്പോൾ അവരെ മൊത്തത്തിൽ നമ്മൾ ഒരു 3 കാറ് വെക്കാറുണ്ട്. അതിൽ ഓരോ ഫാമിലി മൊത്തത്തിൽ ഇത് എല്ലാം ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ്. എല്ലാവരും ഫിലിപ്പീൻസ് ആണ്. ഞാൻ ഒരൊറ്റ ഒരു ഇന്ത്യനേ ഉള്ളൂ. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഈ ട്രിപ്പിലുള്ള ഏറ്റവും മെയിൻ കാര്യം. സോ വെരി എക്സൈറ്റ്മെന്റ്. അങ്ങനെ കുറെ എല്ലാവർക്കും ഓരോരോ കുഞ്ഞു വീഡിയോ എടുത്ത് എൻ്റെ കുറെ കോപ്രായങ്ങളും അങ്ങനെ അതൊക്കെ അങ്ങനെ എത്രയല്ലേ ഉള്ളൂ. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് പോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ കുറെ ഒട്ടകത്തിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതിൽ കുറച്ച് എൻ്റെ കണ്ണുകളിൽ എൻ്റെ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ ഒട്ടകം, ആ മരുഭൂമിയിലെ യാത്ര. ഇതാണ് ഞാൻ കണ്ട സൗദി എന്ന് പറയുന്നവരാണ്. അപ്പൊ അത് കഴിഞ്ഞ് നേരെ നമ്മൾ നൈസായിട്ട് പയ്യെ അങ്ങ് ട്രാവലിംഗ് തുടങ്ങും. അപ്പോൾ അത് നേരെ ഒരു ചെറിയൊരു ഒട്ടകം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഇറങ്ങി എടുക്കണമെന്നുണ്ടായിരുന്നു. നല്ല സൺലൈറ്റ് ആയതുകൊണ്ട് ഞാനപ്പോൾ ഇറങ്ങിയൊന്നുമില്ല. കാറിൽ ഇരുന്നാണ് ഈ കുഞ്ഞു ഷോട്ടൊക്കെ എടുത്തത്. അത് കഴിഞ്ഞ് നമ്മുടെ ആടുണ്ടായിരുന്നു. ചെമ്മരി ആടല്ല, ഇതൊരു വേറൊരു ടൈപ്പ്. ഒരു ആണെന്ന് തോന്നുന്നു, ചെമ്മരി ആടാണെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് അതിന്റെ പേര് വലിയ കറക്റ്റായിട്ടൊന്നും അറിഞ്ഞൂടാ. പക്ഷെ ഒരു അങ്ങനെ അതും കണ്ടിട്ട് നേരെ സ്പീഡിന് കാറ് വിട്ടു. ഞാൻ ചെറിയ വീഡിയോസ്, നേച്ചർ ബ്യൂട്ടി നമ്മുടെ ക്യാമറ കണ്ണുകളിൽ ഞാൻ അങ്ങ് പകർത്തി എടുത്ത്. അത് കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു സ്ഥലം എത്തിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു സൺലൈറ്റ് അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറച്ചും കൂടെ എടുത്ത്. പിന്നെ നമ്മൾ പോകുന്ന രണ്ട് സ്ഥലം എന്ന് വെച്ചാൽ ഒന്ന് സ്പ്ലിറ്റ് റോക്ക്, രണ്ടാമത്തത് റെഡ് സീ ആണ്, ഹക്കലാണ്. അപ്പൊ ഈ രണ്ടും ക്രിസ്ത്യൻ ഇതായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്. നമ്മളപ്പോ അവിടെ എത്തിയായിരുന്നു, സ്പ്ലിറ്റ് റോക്കിന്റെ അവിടെ എത്തി. അപ്പൊ അതിന്റെ ഒരു ഇതാണ്. അപ്പൊ അവിടെ നിന്ന് നേരെ നടന്ന്, മുകളിൽ അങ്ങ് പോയിട്ടില്ല, സ്പ്ലിറ്റ് റോക്കിന്റെ അവിടെ നിന്ന് നേരെ നടന്ന് ബാക്കി എല്ലാരും നേരത്തെ കയറി പോയായിരുന്നു. ഞാനും വേറെ അർണ എന്ന് പറഞ്ഞൊരു കുട്ടിയും കൂടെ ഉണ്ട്, ഫിലിപ്പിനെ. അവളും ഞാനും കൂടെ വെച്ച് ബാക്കി കൂടെ അങ്ങ് ചെറിയ ഈ സ്റ്റോണൊക്കെ ഇവിടെ ഉണ്ട്, ഇഷ്ടം പോലെ പാറക്കെട്ടുകൾ. അപ്പൊ അതിൽ കൂടെ നടന്ന് ഞാൻ വീഡിയോ എടുത്താണ് അപ്പൊ നടന്നത്. അപ്പൊ ഭയങ്കര നല്ല ഭംഗിയാട്ടോ കാണാനൊക്കെ. ഇങ്ങനെ സ്റ്റെപ്പ് നേരെ നടക്കുമ്പോഴും നമ്മളൊരു ഇങ്ങനെ നേരെ അങ്ങനെ ഒരു ഫീലാണ്. ഒരു ഭയങ്കര ട്രാവലിംഗ് മൂഡൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല എക്സ്പീരിയൻസ്. സൺ ടാൻ നല്ല രീതിയിൽ നമുക്ക് അടിക്കും. എനിക്ക് 2 ദിവസം ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ സൺ ടാൻ ആയിരുന്നു. പിന്നെ അവരെ കുറച്ച് വീഡിയോസ് എല്ലാവരും എടുത്തായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിലെ വ്യൂ സൂപ്പറാണ്. ഇതൊരു ബിബ്ലിക്കൽ പ്ലേസ് ആണ്. ഈ മോശ എന്ന് പറയുന്ന ക്രിസ്ത്യൻ കാറ്റഗറിയിലുള്ളവർക്ക് അറിയായിരിക്കും. ഓൾമോസ്റ്റ് മുസ്ലിം റിലേറ്റഡ് ടു ആണ്. മോശ എന്നൊരു പ്രവാചകന് ഇസ്രായേൽ ജനതയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി വെള്ളം ദാഹിക്കുന്ന സമയത്ത് യഹോവയായ കർത്താവിനോട് ചോദിക്കുക, യഹോവേ, എനിക്ക് ഇവരെല്ലാം പുറുപുറുക്കുന്നല്ല, അവർക്ക് വെള്ളം വേണമെന്ന് പറയുന്ന സമയത്ത് മോശ ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പം യഹോവയായ ദൈവം അവിടുന്ന് നീ പറഞ്ഞാ മതി ആ പാറ എടുത്ത് അപ്പം വെള്ളം വന്നോളാന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മോശയ്ക്ക് ദേഷ്യം വന്നിട്ട് ആ പാറയിൽ വടി കൊണ്ട് അടിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ആ സമയത്ത് വെള്ളം നല്ല രീതിയിൽ വരുന്നു. ഇസ്രായേൽ ജനതകൾ ഏറ്റവും ആ വെള്ളം കുടിക്കുന്നതാണ് ബൈബിളിൽ ഒരു ഇതുണ്ട്. അപ്പൊ ആ ഒരു സ്ഥലമാണ്, ഇതാണ് സ്പ്ലിറ്റ് റോക്ക്. അത് സൗദിയിൽ ആയിട്ടാണ് വരുന്നത്. എന്റെ സ്ഥലം തബൂക്കിലാണ്. തബൂക്കിന്ന് കുറച്ച് ഒരു 4-5 കിലോമീറ്റർ, 4 മണിക്കൂർ യാത്ര ചെയ്താണ് നമ്മൾ ഈ ബിബ്ലിക്കായിട്ടുള്ള ഒരു സ്പ്ലിറ്റ് റോക്കിൽ എത്തുന്നത്. പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ കുറച്ച് എൻ്റെ ഒരു പൊടിക്കൈകളായിട്ട് ഷോളൊക്കെ വെച്ചിട്ട് ഞാനൊരു അറബിക് ലുക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്ത്, അതാണ് ഈ കാണുന്ന വീഡിയോയില്. അല്ല, ആരും തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ അങ്ങനെ അത് ഭയങ്കര സണ്ണാണ് കേട്ടോ. ഭയങ്കര ടാനൊക്കെ അടിച്ചൊരു കോലം കിട്ടും. അപ്പൊ ഇതാണ് ആ സ്പോട്ട്, നമ്മുടെ മോശയുടെ മെയിൻ സ്പോട്ട്. അപ്പൊ സ്പ്ലിറ്റ് റോക്ക് എന്നാ പറയുന്നത്. ഗൂഗിൾ ചെയ്താൽ അറിയാൻ പറ്റും. ബൈബിളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിലെ കൃത്യമായ ഡീറ്റെയിൽസും കാര്യങ്ങളും. പിന്നെ നമ്മൾ ചെറിയ രീതിയിൽ അങ്ങോട്ട് വ്ളോഗ് രീതിയിൽ കൂടെ ജസ്റ്റ് ഷോ ഓഫ് കാണിച്ച് 2-3 വീഡിയോസ് ഒക്കെ എടുത്തതാണ്. ഇത് വലിയ ഗുമ്മൊന്നുമില്ല, എന്നാലും എന്നാലും ഒരു ഇതില് ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് പറ്റുള്ളൂ. എൻജോയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മേക്ക് യുവർ ഹാപ്പി, അങ്ങനെയല്ലേ, മേക്ക് യുവർ ഓൺ ഹാപ്പിനെസ് എന്നാണ് പറയുന്നത്. നമ്മളായിട്ട് കുഞ്ഞു ആരും കുറയ്ക്കണ്ട.
പക്ഷെ അങ്ങനെ ആ വീഡിയോ എടുത്ത് അത് കഴിഞ്ഞ് നേരെ നമ്മൾ ആ ഒരു വീഡിയോ കുറേ അങ്ങ് നമ്മൾ ലാഗാക്കി അങ്ങ് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. സ്പെൻഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് അവിടെ കുറേ വീഡിയോ ഫോട്ടോ എടുത്തു. പക്ഷെ ആ ഫോട്ടോ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഒരു ചെറിയ കുറച്ച് വീഡിയോസ് മാത്രം ലെന്തുള്ള വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെ ആ വീഡിയോസാണ് ഇതാ ഇപ്പം നിങ്ങൾ കാണുന്നത്. എൻ്റെ കുറച്ച് പോസുകളൊക്കെ അവൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ നടന്ന് പക്ഷെ ഞാൻ മുകളിൽ പോയില്ല. സ്പ്ലിക് റോഡിൻ്റെ അത്രയും ദൂരം പോയില്ല. ഭയങ്കര നല്ല രീതിയിൽ നടക്കാനുണ്ട്. അപ്പം ഞാൻ അങ്ങ് കയറിയില്ല. ബാക്കിയുള്ള എൻ്റെ കൊളീഗ്സ് എല്ലാം കയറി അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോസും എല്ലാം എടുത്ത്. എനിക്ക് അത്രയും ത്രാണിയില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. ഒന്നാതെ സൺ ടാൻ അടിച്ച് ഭയങ്കര സീനായിട്ടിരിക്കുക. പിന്നെ നേരെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് യാത്ര ചെയ്തിട്ട് അത് രാത്രിയൊക്കെ ആയി. പിന്നെ പിറ്റേന്ന് അത് ഇവിടെ ഒറ്റ സ്റ്റോപ്പിലെടുക്കുക. അങ്ങനെ വീഡിയോ ഇവിടെ അത് ഹക്കലാണ് കേട്ടോ. ഹക്കൽ റെഡ് സീയിൽ നമ്മളൊരു റൂം എടുത്തായിരുന്നു. അവിടെ ഒരു സ്വിമ്മിങ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ആ വ്യൂ. അപ്പോൾ ഇത് ജോയാണ്. ജോ കുറച്ച് വീഡിയോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നല്ല വ്യൂ ആട്ടോ. പക്ഷെ ഞാൻ പൂളിലൊന്നും ഇറങ്ങിയില്ല, നല്ല തണുപ്പായതുകൊണ്ട്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ആ വ്യൂ എടുക്കാനായിട്ട് ഞാൻ കയറി അവിടെ നിന്ന് ഞങ്ങളവരെ ആ വ്യൂ എടുക്കാനുണ്ട്. പക്ഷെ ഇപ്പം ആ കിട്ടത്തില്ല. രാവിലെ വെളുപ്പിന് നല്ലൊരു സ്കൈ ബ്ലൂ 2 കളറായിട്ട് വരും. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നമുക്ക് വേണമെങ്കിൽ കുളിക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ആ സമയത്ത് നമ്മൾ നല്ല ഒരു ഈവനിങ് ആയി. അപ്പോൾ അതിപ്പോൾ എല്ലാവരും വിചാരിച്ച് നമുക്ക് മോർണിംഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആരും പോയിട്ടില്ല. ആ ഒരു വ്യൂ ആണ് കാണാം. പക്ഷെ മോർണിംഗ് നല്ല വ്യൂ ആട്ടോ. ഇതിനും ഒരു ബിബ്ലിക്കായിട്ടുള്ള ഒരിതുണ്ട്. അത് കഴിഞ്ഞ് നൈറ്റ് ഇതാണ് സംഭവം. എല്ലാവരും കൂടെ ചേർന്നിട്ട് ഫുഡ് കഴിക്കുകയും ഗെയിമിങ് എല്ലാവരും കൂടെ കൊച്ചു വർത്തിന് ഇതിലെ മെയിൻ ഹൈലൈറ്റ് ഞാൻ ഒരു ഇന്ത്യ, ബാക്കി എല്ലാ ഫിലിപ്പീൻസ്. അപ്പോൾ എനിക്ക് ഭയങ്കര എൻജോയ്മെന്റ്. എൻ്റെ ജീവിതത്തിൽ കരിയറിൽ ഇത്രയും എൻജോയ്മെന്റ് ചെയ്തൊരു ട്രിപ്പ് ഞാൻ ആദ്യമായിട്ടോ. ഒരു വേറൊരു കൺട്രി. അത് കഴിഞ്ഞ് രാവിലത്തെ വ്യൂ ആട്ടോ. നൈറ്റ് എല്ലാം കിടന്ന് ഉറങ്ങി എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇതാണ് മോർണിംഗ് വ്യൂ. നല്ല സെറ്റ് വ്യൂ ആണ് ഇവിടെ. അപ്പോൾ ഇതിൽ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ ഇതിൽ ആഡില്ല. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, ഓക്കെ, സീ യു.